ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തീരേണ്ടത് വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സർവമായ. ചിത്രം രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 9 ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ, റിയ ഷിബു, മധു വാര്യർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 4,92,00,000 രൂപയായിരുന്നു. അങ്ങനെ 8 ദിവസം കൊണ്ട് 35,45,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 7 ദിവസം കൊണ്ട് 66 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ 8 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 75 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 9 ദിവസമായി വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗിലേക്ക് വന്നാൽ പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമ 1,73,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ ഈ സിനിമയുടെ കളക്ഷൻ മുന്നേറ്റം തുടരുകയാണെങ്കിൽ ഈ ഞായറാഴ്ചയോടെ തന്നെ ഈ സിനിമ 100 കോടിയിൽ എത്തിച്ചേരും എന്ന് ഉറപ്പാണ്. മമ്മൂട്ടിയുടെ കളങ്കാവൽ 5ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 29ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 28ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച 8,15,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 37,16,00,000 രൂപയാണ് ഈ സിനിമയുടെ 28 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 83,60,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ദിലീപ് നായകനായി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം തിയേറ്ററിലെത്തിയിട്ട് 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 16ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 15ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 18,35,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 25,54,00,000 രൂപയാണ് ഈ സിനിമയുടെ 15 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും 46 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുകയാണ്. ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തീരളത്തിയ മലയാള സിനിമയാണ് ഹാൽ. സാക്ഷി വൈദ്യ, ജോണി ആന്റണി, അബിൻ ബിനോ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ 9 ലക്ഷം രൂപയാണ്. അങ്ങനെ കേരളത്തിൽ ആദ്യ 8 ദിവസം കൊണ്ട് 89 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1,10,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തീരളത്തി വമ്പം പരാജയം ഏറ്റുവാങ്ങിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ഋഷഭ. മോഹൻലാൽ നായകനായി നന്ദകിഷോർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,75,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 ദിവസം കൊണ്ട് 86 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 1,80,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അമൽ കെ ജോബി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആഘോഷം എന്ന സിനിമയും ഡിസംബർ 25 തിയേറ്ററിലെത്തിയിരുന്നു. നരേൻ, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 8ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,69,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 36 ലക്ഷം രൂപയാണ് 8 ദിവസം കൊണ്ട് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55 ലക്ഷം റേഞ്ചിലുമാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദുരന്താർ. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ 5ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 29ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 28ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 15,90,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 28 ദിവസം കൊണ്ട് കേരളത്തിൽ 6,37,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 886,75,00,000 രൂപയും വിദേശത്ത് നിന്ന് 250 കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ 28 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,136,75,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശ സിനിമയെ അവതാർ ഫയർ ആൻഡ് ആഷ് തിയേറ്ററിലെത്തിയിട്ട് 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 15ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 30 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 14 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ 8,90,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ 14 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 194,85,00,000 രൂപയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി 7,500 കോടി രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വിദേശ സിനിമയെ അനാക്കോണ്ട തിയേറ്ററിലെത്തിയിട്ട് 2ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 9ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഈ സിനിമയ്ക്ക് കേരളത്തിലും ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രതീക്ഷിച്ച ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് 30 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് 6,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 8 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 450 കോടി രൂപയുമാണ്. പൊങ്കൽ റിലീസായി ജനുവരി 9 തിയേറ്ററിലെത്തുന്ന തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ജനനായകൻ. എച്ച് വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിജയ്, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, നരേൻ, പ്രിയമണി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ട്രെയിലർ നാളെ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 6:45 റിലീസ് ചെയ്യുന്നതാണ്. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ഇന്നലെ രാത്രി 11 മണിവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 1,18,00,000 രൂപയും കർണാടകയിൽ 2,10,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി 17 കോടി രൂപയാണ് ഇന്നലെ രാത്രി വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.